കർണാടകയിൽ സ്വകാര്യ മേഖലയിൽ കന്നഡ സംവരണം. സ്വകാര്യ സ്ഥാപനങ്ങളിൽ കർണാടക സ്വദേശികൾക്ക് സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 50% മാനേജ്മെന്റ് പദവികളിലും 75% നോൺ മാനേജ്മെന്റ് ജോലികളിലും കന്നഡിഗരെ നിയമിക്കണമെന്നാണ് ബില്ലിലെ ശുപാർശ. അരുൺ പൂപ്പറമ്പ ഇപ്പോൾ ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. അരുൺ, ഏതൊക്കെ മേഖലകളിലാണ് ഈ ശുപാർശ, ഈ സംവരണത്തിന്? അരുൺ, ഉന്മേഷ, ഇത് സർക്കാരിന്റെ നേരത്തെ തന്നെ പരിഗണനയിലുള്ള ഒരു വിഷയമാണ്. അതിൽ ഇപ്പോൾ മന്ത്രിസഭ ഈ ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നതാണ് ഇതിൽ പുതിയതായി വന്ന വിവരം. അത് നേരത്തെ തന്നെ കന്നഡ സംഘടനകളൊക്കെ ഇതിൽ ഈ സ്വകാര്യ മേഖലയിൽ 100% കന്നഡ സംവരണം വേണമെന്ന ആവശ്യം ഉന്നയിച്ച് രംഗത്ത് വന്നിരുന്നു. അതിൽ വലിയ ഈ സർക്കാരിന് മുന്നിൽ തന്നെ പല ഘട്ടങ്ങളിലായി ആവശ്യം ഈ സംഘടനകൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു. ആ ഘട്ടത്തിലാണ് ഈ സർക്കാർ ഇത് പരിഗണനയിലുണ്ട്, അതിൻ്റെ കൂടുതൽ പഠനങ്ങൾ നടത്തുന്നു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ആ ഘട്ടത്തിൽ വിശദീകരിച്ചിരുന്നത്. ഇതിൽ പ്രധാനമായും നമുക്കറിയാം, കർണാടകയിലെ സ്വകാര്യ മേഖലയിൽ കൂടുതൽ, അതായത് ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് വന്ന് ജോലി ചെയ്യുന്നവരാണ് കൂടുതൽ. പ്രത്യേകിച്ച് നമുക്കറിയുന്നത് പോലെ തന്നെ ബംഗളൂരുവിൽ IT മേഖലയിലൊക്കെ അവിടെ കമ്പനികളിൽ കന്നഡിഗർ കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് മലയാളികൾ ഉൾപ്പെടെയാണ് ജോലി ചെയ്യുന്നത്. അങ്ങനെ ജോലി തേടി എത്തുന്നവരെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ ബില്ല് ഇത് നടപ്പിലായാൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. നിലവിൽ ഈ ബില്ലിൽ പറയുന്നത് 50% മാനേജ്മെന്റ് വിഭാഗത്തിലും അതോടൊപ്പം തന്നെ ഇതര വിഭാഗങ്ങളിലെ ജോലികളിൽ 75% കന്നഡ സംവരണം വേണം എന്നതാണ് ഈ ബില്ലിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ പ്യൂൺ, അതോടൊപ്പം ഈ സ്വീപ്പർ ജോലികളിൽ പൂർണ്ണമായും കന്നഡിഗർ ആയിരിക്കണം എന്നതും ഈ ബില്ലിൽ പറയുന്നുണ്ട്. ഇത് എത്രത്തോളം പ്രായോഗികമായി നടപ്പിലാകും എന്ന കാര്യമാണ് പ്രധാനമായും ഇപ്പോൾ ഈ തീരുമാനം പുറത്തു വന്നതിന് ശേഷം ഈ IT കമ്പനികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാട്ടുന്നത്. വലിയ വിമർശനം സർക്കാരിനെതിരെ അവർ ഉയർത്തുന്നുണ്ട്. ഇത് പ്രായോഗികമായിട്ടുള്ള ഒരു തീരുമാനമല്ല, ഇത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം ഇതിനകം തന്നെ IT കമ്പനികളുടെ ഭാഗമായിട്ടുള്ളവർ അവരുടെ പ്രതികരണം നടത്തുന്നുണ്ട്.